ഇനി അങ്ങോട്ട് സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഹായകമാവും. അപ്പോൾ അതിന് സമയം ചുരുങ്ങാതിരിക്കുക എന്നതുകൊണ്ട് ആമുഖമായി വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ചിത്രം നാടിനു മുന്നിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നില്ല. അത് സാധാരണഗതിയിൽ ചെയ്യാൻ ബാധ്യപ്പെട്ടവർ അവരുടേതായ താല്പര്യം കൂടി വെച്ചുകൊണ്ട് മറ്റൊരു ചിത്രം, യഥാർത്ഥ ചിത്രം മറച്ചു വെച്ച് മറ്റൊരു ചിത്രം അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി എന്ന ഭാഗം തീർത്തും അവതരിപ്പിക്കാതിരിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു ചിത്രം നാടാകെ പ്രയാസത്തിലാണ്, വലിയ സാമ്പത്തിക പ്രയാസമാണ്. അത് ഒരു ഭാഗം ശരിയാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കാൻ നോക്കുന്ന കാര്യം നാടിന് പുരോഗതി ഉണ്ടാകുന്നില്ല, നമ്മുടെ നാടിൻ്റെ ഭാഗമായി നടക്കേണ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാകുന്നില്ല. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും വരികയാണ്. അത് വസ്തുതാപരമല്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തനത് വരുമാനം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ നാടിൻ്റെ പുരോഗതി കൊണ്ടാണല്ലോ അത് വരുന്നത്. ഇവിടുത്തെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ആഭ്യന്തരമായി നമ്മുടെ നാടിൻ്റെ വരുമാനം വർദ്ധിക്കുന്നതിനിടയാക്കുന്നു. ഈ ഭാഗം നാടിൻ്റെ പുരോഗതിയാണ് കാണിക്കുക. ഇപ്പോൾ 2023-24 നമ്മുടെ തനത് വരുമാനം 72.84%. സാധാരണഗതിയിൽ ഒരു സംസ്ഥാനം ആർജിക്കേണ്ട നല്ല വരുമാനമായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ പറ്റുക. ഇവിടെ വർഷം തോറുമുള്ള വരുമാനം താരതമ്യപ്പെടുത്തിയാൽ കഴിഞ്ഞ 3 വർഷത്തെ തനത് നികുതി വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ടാണ് കാണാൻ കഴിയുക. 47,000 കോടി രൂപയിൽ നിന്ന് 81,000 കോടിയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ 3 വർഷം കൊണ്ട് തന്നെ വന്നിട്ടുള്ള വർധനവാണ്. ഇത് നികുതി ഇനത്തിലുള്ള വരുമാനമാണെങ്കിൽ ആകെയുള്ള തനത് വരുമാനം നമ്മുടെ സംസ്ഥാനത്ത് 3 വർഷം മുൻപ്
55,000 കോടി രൂപയായിരുന്നു. അത് 1,04,000 കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിനുണ്ടാകുന്ന പുരോഗതിയാണിത് കാണിക്കുന്നത്. പക്ഷേ നമ്മെപ്പറ്റി, നമ്മുടെ നാടിനെപ്പറ്റി തെറ്റായ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നതിലാണ് വല്ലാത്ത താല്പര്യം. അത് നാടിൻ്റെ വികസനം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുന്നത്.